ഒട്ടും അതിനൊന്നും വേണ്ടാത്ത ആവിൽ റെഡിയാക്കിയൊരു അടിപൊളി സ്നാക്ക് റെഡിയാക്കിയല്ല ഇന്നത്തെ ഈ ഒരു നോമ്പ് തുറക്ക്. അപ്പം വാ, ആദ്യമല്ലേ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇല്ലേ അതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്നിങ്ങനെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് 1 കപ്പ് മിൽക്കില്ലേ അതിങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ചെറിയൊരു തിള വരുന്ന ടൈമിൽ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മളെ ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ, പിന്നെ ഈ ഒരു ചീസില്ല അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടെടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇല്ലാന്ന് വെച്ച് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കണം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 2 മീഡിയം സൈസിലെ ഉള്ളിയില്ലേ അതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ 1 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് ഈ ഒരു കളർ വന്നത് ഞാനില്ലേ ചിക്കൻ ഫ്രൈ ഓൾറെഡി റെഡിയാക്കി വെച്ചിന് അതിൻ്റെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിന് കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസിൽ ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിന്. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് ഈ തക്കാളീൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ള മസാല ഇഷ്ടമായതുകൊണ്ട് അതിട്ട് കൊടുത്തിന്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ കുറച്ച് സ്പൈസ് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ ചിക്കൻ മസാല അളവിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യുക. ഇനി ഫൈനലി കുറച്ച് മലയാളം കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി മസാല റെഡിയായി. ഇനി ഒരു ബൗളിലേക്കില്ലേ 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും ഉണ്ടെങ്കിൽ ഒറിഗാനോ, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മൈദദോശ ചുട്ടെടുക്കുന്നില്ലേ ആ ഒരു ബാറ്ററാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ദോശ ഇതേപോലെ ചുട്ടെടുക്കുക. ഒരുപാട് ലൂസാവാണ്ടെടുക്കുക, മെയിൻ ശ്രദ്ധിക്കണം, എന്നാൽ ദോശ വിട്ടിട്ടില്ല. ഇല്ലേ ഏതെങ്കിലും ഒരു ബേക്കിംഗ് പാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഓരോ ദോശ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയ വൈറ്റ് സോസില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ മസാലയില്ലേ അത് ഇങ്ങനെ എത്രത്തോളം നമുക്ക് ലെയേഴ്സ് വേണം അത്രത്തോളം ചെയ്തെടുക്കുക. ഞാനിപ്പം 4 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. ഇതിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓവനിൽ വെക്കുക. ഞാനിപ്പം ഓവൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പറഞ്ഞു തരുമ്പോൾ നമ്മൾ അട്ടിപ്പത്തിൻ്റെ എല്ലാം പിന്നൊരു വേർഷനാണ് കേട്ടോ ഇത്. ഫൈനൽ ലെയറിലേക്ക് വൈറ്റ് സോസ് ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ടെടുക്കുക. ഉണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടി ഇട്ടെടുക്കുക. ഇനി കേക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും റിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാത്രം വെക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.